നമസ്കാരം. ഞാൻ ബാബു എൻ ജോസഫ്, കോട്ടയം സ്വദേശിയാണ്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ്, കേരള സ്റ്റേറ്റ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായിരുന്നു. റിട്ടയർ ചെയ്തു. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലെ 55ഓളം വകുപ്പുകളിലുള്ളതിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡ്രില്ലിംഗ് വിങ്, എൻജിനീയേഴ്സിൻ്റെ ഡ്രില്ലിംഗ് വിങ്ങും ജിയോളജിസ്റ്റിൻ്റെ ജിയോളജി വിങ്ങുമാണ് പ്രധാനപ്പെട്ട രണ്ട് വിങ്ങുകൾ. ഞാൻ ബേസിക്കലി ഒരു ജിയോളജിസ്റ്റ് ആയിരുന്നു. 76-ലാണ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഫോം ചെയ്തത്. ഞാൻ 82-ൽ ഒരു ജൂനിയർ ഹൈഡ്രോ ജിയോളജിസ്റ്റായി സർവീസിൽ പ്രവേശിച്ചു. 86-ൽ ജില്ലാ ഹൈഡ്രോ ജിയോളജിസ്റ്റായി. അതൊന്നും പ്രത്യേകിച്ച് എൻ്റെ മെറിറ്റ് കൊണ്ടൊന്നും അല്ല ആയത്. കാരണം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഫോർമേഷൻ്റെ ഇനീഷ്യൽ ടൈമിൽ ഫോം ചെയ്യുന്ന ഓഫീസേഴ്സിന് പ്രൊമോഷന് കൂടുതലായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ 86-ൽ ഞാൻ ജില്ലാ ഹൈഡ്രോ ജിയോളജിസ്റ്റായി. പിന്നെ പല പോസ്റ്റുകളിലിരുന്ന് 2012-ൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറായി. 2015-ൽ റിട്ടയർ ചെയ്തു. അങ്ങനെ ടോട്ടൽ ഏതാണ്ട് 33 വർഷം ഗസറ്റഡ് സർവീസ് എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടി. 33 വർഷമൊക്കെ ഗസറ്റഡ് സർവീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും അപൂർവമാണ്. ഞാൻ പറഞ്ഞല്ലോ, അതെൻ്റെ മെറിറ്റ് കൊണ്ടുള്ളതല്ല. കാരണം ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇനീഷ്യൽ ടൈമിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റിയൊരു ഭാഗ്യം. അതുകൊണ്ട് മാത്രമാണ് എനിക്കങ്ങനെ കിട്ടാൻ പറ്റിയത്. ഞാൻ പഠിച്ചത് കാര്യവട്ടത്ത് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് FSC പാസ്സായത്. അന്ന് ഞങ്ങളുടെ കൂടെ 8 പേരായിരുന്നു ജിയോളജി FSCക്കുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും മികച്ച പാർട്ടികളൊക്കെ സെൻട്രൽ സർവീസിൽ ജോയിൻ ചെയ്തു. സെൻട്രൽ സർവീസ് എന്ന് പറഞ്ഞാൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ക്ലാസ് 1 ഓഫീസേഴ്സായിട്ടൊന്ന് പോകാം. അതുപോലെ തന്നെ ONGCയിലെ ജിയോളജിസ്റ്റായിട്ട് പോകാം. അന്ന് എൻ്റെ 1-2 ഫ്രണ്ട്സൊക്കെ ജിയോളജിക്കൽ സർവേയിൽ അന്ന് ക്ലാസ് 1 പോസ്റ്റിൽ ജോയിൻ ചെയ്തവർ ഇന്നിപ്പോഴേ റിട്ടയർ ചെയ്തിരിക്കുന്ന നമ്മുടെ കേരളത്തിലെയൊക്കെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റാങ്കിലാണ്. ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളമൊക്കെ അവർക്ക് ഇന്ന് പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് അവരോടുള്ള വിഷമം ഇതാണ്: ഞങ്ങൾക്ക് വെറും 75,000 രൂപ 80,000 രൂപ പെൻഷൻ കിട്ടുമ്പോൾ അവർ 1.5 ലക്ഷം രൂപ പെൻഷൻ മേടിക്കും എന്നുള്ളൊരു കുശുമ്പ് ഞങ്ങൾക്കുണ്ട്. പക്ഷേ പാവം അവർക്കും ഉണ്ട് ഞങ്ങളോടൊരു കുശുമ്പ്. കാരണം അവർ സെൻട്രൽ സർവീസിലൊക്കെ നല്ല എക്സാമൊക്കെ എഴുതി പാസ്സായി. പക്ഷേ അവർ പഞ്ചാബിലും മധ്യപ്രദേശിലും UPയിലും രാജസ്ഥാനിലും ഒക്കെ കഷ്ടപ്പെട്ട് ഫീൽഡ് വർക്കൊക്കെ ചെയ്ത് ഗോതമ്പിൻ്റെ ആഹാരവും ഗോതമ്പ് ചപ്പാത്തിയും കഴിച്ച് കിടന്നപ്പോൾ യുവന്മാരൊക്കെ ഇവിടെ നല്ല കുത്തരിയുടെ ചോറും ഉണ്ട് 10-30 കൊല്ലം സുഖമായിട്ട് കഴിഞ്ഞു എന്നുള്ള വിഷമം അവർക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിഷമമുണ്ട്. പക്ഷേ ഇതൊന്നും കാര്യമില്ല. ഇന്നിപ്പോൾ 1.5 ലക്ഷം രൂപ പെൻഷൻ കിട്ടിയാലും 75,000 രൂപ പെൻഷൻ കിട്ടിയാലും എല്ലാം ഈ പ്രായത്തിലെല്ലാം ഒരുപോലെയൊക്കെ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്: ഏതാണ്ട് 33 വർഷം ഗസറ്റഡ് സർവീസ് എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടി. അപ്പോൾ അന്ന് അതിൻ്റേതായ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതേസമയം ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗ്രൗണ്ട് വാട്ടർ സയൻറ്റിസ്റ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ട് 6 വർഷം അതും വർക്ക് ചെയ്യേണ്ടി വന്നു. അതൊരു വല്ലാത്ത കാലഘട്ടമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ രാമരാവണ യുദ്ധങ്ങൾ നടന്നിരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഈ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. കാരണം 2 വിങ്ങും ഒരുപോലെ ശക്തമാണ്: എൻജിനീയറിംഗ് വിങ്ങും ജിയോളജി വിങ്ങും. അത് ഗതികേടിന് വലിയ ഫൈറ്റ് നടന്നൊരു കാലഘട്ടത്തിലാണ് ഞാനിതിൻ്റെ സയൻറ്റിസ്റ്റ് അസോസിയേഷൻ, ജിയോളജിസ്റ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയത്. അപ്പം ആ ഒരു പേരിൽ ഇപ്പോൾ സർക്കാരിൽ പല റെപ്രസെൻറ്റേഷൻസ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു പേരിൽ എന്നെ അന്ന് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഡയറക്ടർ സസ്പെൻഡ് ചെയ്ത് 2 കൊല്ലത്തോളം സസ്പെൻഷൻ നിൽക്കേണ്ടി വന്നു. അതും അന്നത്തെ വാട്ടർ റിസോഴ്സ് സെക്രട്ടറി എലിയാസ് ജോർജ് സാറായിരുന്നു. അത് ഡയറക്ടറുടെ ഭാഗത്ത് ന്യായമില്ല, പുള്ളി പറഞ്ഞത് ശരിയല്ല എന്ന് കണ്ട് എന്നെ ഫുള്ളി എക്സോണറേറ്റ് ചെയ്ത് അദ്ദേഹം സർവീസിൽ തിരിച്ചെടുത്തു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പക്ഷേ അന്ന് എൻ്റെ ഒരു തോന്നലെന്ന് പറഞ്ഞത്, അന്നത്തെ ഡയറക്ടറുടെ കൊള്ളരുതായ 100% അങ്ങയുടെ കൊള്ളരുതായ്മ കൊണ്ടാണ് എന്നെ സസ്പെൻഡ് ചെയ്തതെന്നുള്ളതാണ്. ഒരു തരത്തിലത് ശരിയായിരുന്നു. പക്ഷേ ഞാൻ ഡയറക്ടറായി കഴിഞ്ഞ് എൻ്റെ ആ ചിന്താഗതി കുറേ മാറി. 20% കൊള്ളരുതായ്മയും എൻ്റെ വശത്തും ഉണ്ടായിരുന്നു അസോസിയേഷൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ. സത്യങ്ങളാണേലും എല്ലാ സത്യങ്ങളും ഗവൺമെൻറ് സെക്രട്ടറിയുടെ അടുത്ത് തുറന്നു പറയരുത് എന്നുള്ള ഒരു
പാഠം ഞാൻ ഞാൻ ഡയറക്ടറായി കഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതാണ്, അങ്ങനെ സയൻറ്റിസ്റ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ടും ഒത്തിരി അനുഭവങ്ങൾ. അന്ന് സെക്രട്ടേറിയറ്റുമായിട്ട് വളരെ കൂടുതൽ ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഏതാണ്ട് 10-15 ഗവൺമെൻറ് സെക്രട്ടറിമാരുമായിട്ട് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് സൂപ്രണ്ടിങ് ജിയോളജിസ്റ്റായിട്ടും ഡയറക്ടറായിട്ടും സെക്രട്ടേറിയറ്റുമായിട്ടും ഒത്തിരി സെക്രട്ടറിമാരുമായിട്ടും IAS സെക്രട്ടറിമാരുമായിട്ട് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലും ഒത്തിരി എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 56 ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം 4 വർഷം ഞാൻ MG യൂണിവേഴ്സിറ്റിയുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജിയോളജി ഒരു പേപ്പറുണ്ട്, ആ പേപ്പർ പഠിപ്പിച്ചു. 60 വയസ്സിൽ തൊട്ട് സ്വസ്ഥം ഗ്രഹഭരണം. അപ്പോൾ ഇതിലെല്ലാം ഉള്ള അനുഭവങ്ങൾ. പിന്നെ 60 വയസ്സ് കഴിഞ്ഞ് കുറേയൊക്കെ ബുക്കുകൾ വായിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള കുറേയുള്ള വിവരങ്ങൾ ഇതെല്ലാം വെച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതിലേക്ക് മിക്കവാറും എനിക്ക് തോന്നുന്ന റിട്ടയർ ചെയ്ത ഗവൺമെൻറ് ജീവനക്കാർ, റിട്ടയർ ചെയ്യാറായവർ, ഇവർക്കൊക്കെ താല്പര്യമുള്ള വിഷയങ്ങളായിരിക്കും ഇതിൽ വരുന്നത്. അതുകൊണ്ട് അവരെ മാത്രമല്ല എല്ലാവരെയും ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.